ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപക്ഷെ കാര്യമായിട്ട് റീച്ചൊന്നും കിട്ടാത്തൊരു വീഡിയോ ആയിരിക്കും. എന്നിരുന്നാലും ഇതൊരു റെക്കോർഡിക്കലായിട്ട് ഒന്ന് സ്റ്റോർ ചെയ്യണമെന്ന് എനിക്ക് കുറേ നാളായിട്ടൊരു ആഗ്രഹമാണ്. ഞാനിന്ന് പോകുന്നത് തൃശ്ശൂരിലെ നമ്മുടെ സ്വന്തം സൂവിലേക്കാണ്. എന്താണിത് ചരിത്ര പ്രാധാന്യം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. 1885 പണി ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ അതിപുരാതന മ്യൂസിയങ്ങളിലൊന്നാണ് നമ്മുടെ സ്വന്തം തൃശ്ശൂരിലെ ഈ മ്യൂസിയം. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ഈ മ്യൂസിയം അധികം നാളുണ്ടാവില്ല. നമ്മുടെ പുത്തൂർ പുതിയൊരു മ്യൂസിയം പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാ സംഭവങ്ങളും അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയം, ഈ ഒരു ചരിത്ര പ്രാധാന്യമുള്ള മ്യൂസിയം അധികം നാൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കതൊരു റെക്കോർഡിക്കലായിട്ട് നമ്മുടെ ചാനലൊന്ന് സ്റ്റോർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് അവധി ദിവസങ്ങളൊക്കെ ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. കാര്യമായിട്ട് പൈസയൊന്നുമില്ല, 10-20 രൂപയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ചെമ്പൂക്കാവിലാണ് കേട്ടോ. തൃശ്ശൂർ ചെമ്പൂക്കാവിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മ്യൂസിയം എന്ന് പറയുന്നെങ്കിൽ ഇത് മ്യൂസിയം പ്ലസ് സൂ ആണ് കേട്ടോ. കോമൺ ആയിട്ട് ജസ്റ്റ് മ്യൂസിയം എന്ന് പറഞ്ഞതേ ഉള്ളൂ, വേണമെങ്കിൽ സൂ എന്ന് പറയാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു 10 മണിക്ക്, വർക്കിംഗ് ഡേയിലാണെങ്കിൽ കുഴപ്പമില്ല, വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസം ആണെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് തന്നെ വരുവാണെങ്കിൽ നമുക്കിവിടെ പാർക്കിംഗ് കിട്ടുള്ളൂ. സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ എത്രയും നേരത്തെ വന്നാൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മാറ്റി ദൂരെയായിട്ട് പാർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇതാണ് മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. മ്യൂസിയം എന്ന് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, മ്യൂസിയം പ്ലസ് സൂ. അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് സൂവിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് സൂവിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത്. സൂവിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 20 രൂപയാണ്, കുട്ടികൾക്ക് 5 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. ഈ റേറ്റ് എന്ന് പറയുന്നത് 2024 സെപ്റ്റംബറിലെ റേറ്റാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുവാണ്. മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് നമുക്ക് അപ്പർ സൈഡാണ്, അത് ഞാൻ വരുമ്പോൾ പറയാം. നമ്മളപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത് റോസ് റിങ്ഡ് പാരറ്റാണ്, അതായത് മോതിരത്തത്ത. അപ്പോൾ ആ തത്തയാണ് ഈ കൂട്ടിലുള്ളത്. അപ്പോൾ തത്തവർഗത്തിൽപ്പെട്ട പക്ഷികളാണ് ആദ്യമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തായി നമ്മൾ കാണുന്നത് റിയ എന്ന് പറഞ്ഞ ഒരു വർഗ്ഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് കേട്ടോ. ഇതൊരു ഒട്ടകപ്പക്ഷി പോലത്തെ ഒരു സംഭവമാണ്. ഇത് തെക്കേ അമേരിക്കയിലെ ഒരു ഒട്ടകപ്പക്ഷി പോലത്തെ വലിയൊരു പക്ഷി, തെക്കേ അമേരിക്കയിലെ ഒരു വലിയ പക്ഷിയാണിത്. പിന്നീട് ഇത് കന്യാസ്ത്രീക്കൊക്കാണ്. ഇതൊക്കെ അത്ര ഇപ്പോഴും നമുക്ക് പാടങ്ങളിലൊക്കെ കാണാൻ കഴിയും, അത്ര വെറൈറ്റി ഒന്നുമല്ല. പിന്നീടുള്ളത് നമ്മൾ രാത്രിയൊക്കെ ഇതിൻ്റെ കരച്ചിൽ കേൾക്കാറുണ്ടാവും, നമ്മുടെ കൂമൻ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ രാത്രിയൊക്കെ നമ്മളിതിൻ്റെ കരച്ചിൽ പലപ്പോഴും കേൾക്കാറുണ്ടാവും. ഇത് പകൽ കാണാൻ ബുദ്ധിമുട്ടാണ്, രാത്രിയെ കാണുള്ളൂ. പിന്നീട് വരുന്നൊരു കൂടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പുത്തൂരിലേക്ക് മാറ്റിയെന്ന് തോന്നുന്നു കുറച്ച് മൃഗങ്ങളെ. പിന്നെ ഇവിടെയുള്ളത് കുറുക്കനാണ്. കുറുക്കനൊക്കെ നമുക്ക് രാത്രിയൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കാണാൻ പറ്റും. നോർമൽ കുറുക്കനാണ്. പിന്നീട് കുറേ ചെടി, വൈവിധ്യമുള്ള രസമുള്ള കുറേ ചെടികൾ ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് മുള്ളംപന്നിയുടെ കൂടാണ്. മുള്ളംപന്നി സാധാരണ ഫോറസ്റ്റിനോടനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ, കുറ്റിക്കാടുകളിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്. ഞാൻ ഈ മൂന്നാറൊക്കെ പോകുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള മുള്ളംപന്നി കുറച്ച് ക്ഷീണിച്ചതാണ്. അപ്പോൾ ഇതിന് മുള്ളൊന്നും കാണുന്നില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഉറുമ്പിനെയാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ അതിനെ കാണാം. പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത് ആർട്ട് ഗ്യാലറിയിലേക്കാണ് കേട്ടോ. ഇത് വേറൊരു മ്യൂസിയമാണ്, ആർട്ട് ഗ്യാലറി മ്യൂസിയം. ഞാൻ പക്ഷേ അതിൻ്റെ അകത്ത് കയറിയില്ല. 10 രൂപയുള്ളൂ ഇതിനകത്ത് കയറാൻ. പക്ഷേ ഞാൻ അതിനകത്ത് കയറിയില്ല. എല്ലാം കൂടി നമുക്ക് കവർ ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഇതിനെ ചുറ്റി ഇവിടെ ഇരിക്കാനൊക്കെ കുറേ ചെയറുകളുണ്ട്. അപ്പം നമ്മളിതിനെ ചുറ്റി ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം.
പിന്നെ വരുന്നത് നമ്മുടെ സാധാരണ മാനുകളും അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷിയാണ്. അത്യാവശ്യം നല്ല വലിയ 2 ഒട്ടകപ്പക്ഷികളിവിടെ ഉണ്ട്. നമ്മളെക്കാളൊക്കെ ഹൈറ്റും ഉണ്ട് അതിന്. അപ്പോൾ അതിനെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഒരു പാലം കയറി പോവുകയാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ റോഡാണ് കേട്ടോ. റോഡെന്ന് പറയുന്നത് നിയർ ബൈ ഹൗസുകളിലേക്കൊക്കെ ഉള്ള സാധാരണ റോഡാണ്. അപ്പോൾ ആ റോഡ് മറികടന്നിട്ടാണ് ഈ അടുത്ത പ്ലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും റോഡും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ ഈ ബ്രിഡ്ജ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറേ മാൻകൂട്ടങ്ങളെ കാണാം കേട്ടോ. മുകളിൽ നിന്നൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ഈ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്ന വലിയൊരു അശോകമരത്തിൻ്റെ അടുത്താണ്. ഒരു പഴയ വലിയൊരു അശോകമരം. അപ്പോൾ ഇതാണ് കേട്ടോ അശോകമരം. അതിൻ്റെ ഒരു ക്ലോസ് ഷോട്ടാണ്. ഈ അശോകമരം കഴിഞ്ഞാൽ വേറൊരു മരം കൂടി ഇവിടെ ഉണ്ട്. ഈ മരത്തിൻ്റെ പേര് നാഗലിംഗ മരം എന്നാണ് കേട്ടോ. ഈ മരം സാധാരണ അമ്പലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. എല്ലാ അമ്പലങ്ങളിലും അല്ല, വളരെ അപൂർവ അമ്പലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഇതൊരു അപൂർവമായ കാഴ്ച തന്നെയാണ്. കാര്യം എല്ലായിടത്തും ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയാണ് ഈ മരം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് വലിയൊരു ആലാണ്. ആലൊക്കെ കോമൺ ആണ്. പക്ഷെ എന്നാലും ഈ ആലിനൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ധാരാളം വേരുകൾ ഇങ്ങനെ വള്ളികളായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുവാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ ആൾ വരുന്നത് ഹിപ്പോപ്പൊട്ടാമസ്. ഈ ഹിപ്പോപ്പൊട്ടാമസിനെ സാധാരണ നമ്മൾ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ വളരെ അപൂർവമാണ് നമ്മൾ കാടുകളിൽ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഒട്ടും തന്നെ ഇല്ലയെന്ന് തോന്നുന്നു. ഇത് ശരിക്കും ആഫ്രിക്കയിലൊരു മൃഗമാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു കിണർ പോലത്തെ ഒരു വെള്ള സംഭരണി ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ അത് കിടക്കുവാണ്. അതിൻ്റെ നെറ്റിയിലേക്ക് കറക്റ്റായിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കറക്റ്റ് നെറ്റിയിലേക്ക് വീണ രീതിയിൽ തന്നെ അതങ്ങനെ കിടക്കുവാണ്. കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം വലിയൊരു ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടോ. ആ ഒരു പൂള് തന്നെ അത്യാവശ്യം വലുതാണ്. അത് ഫുള്ള് കവർ ചെയ്തിട്ടൊരു കുട്ടിയാനയുടെയൊക്കെ വലിപ്പമുണ്ട്. കുട്ടിയാന എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആനയുടെയൊക്കെ വലിപ്പമുണ്ട് ഈ ഹിപ്പോപ്പൊട്ടാമസിന്. അപ്പോൾ അതിങ്ങനെ അനങ്ങാതെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പല ആംഗിളിൽ നിന്നുള്ള ഷോട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ ഹിപ്പോപ്പൊട്ടാമസ് മാത്രമല്ല കേട്ടോ, വേറെ 2 ഹിപ്പോപ്പൊട്ടാമസ് കൂടി അവിടെ ഉണ്ട്. രശ്മി പോപ്പി എന്ന് പറഞ്ഞത് എഴുതി വെച്ചിരിക്കണല്ലേ, രശ്മിയും പോപ്പിയും കൂടി ഇവിടെ വേറൊരു കുളത്തിൽ കിടക്കുവാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ സൈഡുകളിലായിട്ട് നമുക്ക് വീടുകളുണ്ട് കേട്ടോ. ഈ മതിലിനപ്പുറത്തേക്കൊക്കെ ഫ്ലാറ്റുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആ ഫ്ലാറ്റുകളിൽ നിന്ന് ആൾക്കാർക്കൊക്കെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഹിപ്പോപ്പൊട്ടാമസിനെ കണി കണ്ടുകൊണ്ട് തന്നെ എഴുന്നേക്കാം. എല്ലാ ദിവസവും ഹിപ്പോപ്പൊട്ടാമസിനെ കാണാമല്ലോ. സാധാരണ ഇത് ആഫ്രിക്കയിലുള്ള മൃഗമാണ്. അവർക്കിപ്പോൾ ഡെയിലി ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടുകൊണ്ട് രാവിലെ പല്ല് തേക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ, ഫ്ലാറ്റിൽ നിന്ന് നോക്കുമ്പോൾ ക്ലിയറായിട്ട് നല്ല ക്ലിയർ കട്ട് വ്യൂ ആണ്. അത് കഴിഞ്ഞാൽ വരുന്നത് 2015 ഉദ്ഘാടനം ചെയ്ത ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. ആദ്യകാലത്തൊന്നും ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല. 2015 ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ പാർക്കൊക്കെ ഇത്തിരി ശോചനീയ അവസ്ഥയാണ്. കാര്യം അത്യാവശ്യം കുറേയൊക്കെ നശിച്ചിട്ടുണ്ട് കുറേ ഭാഗങ്ങളെല്ലാം. പിന്നെ ഇവിടെ ഒരു പഴയ ടോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് 2015 ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ സ്ഥാപിച്ചാന്ന് തോന്നുന്നു. അതിനുശേഷം ഇത് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. നമുക്കിവിടെ നിന്ന് കാണാം ഇതിൻ്റെ പാളവും ട്രെയിനും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊരു മുതലക്കുളം കാണാം കേട്ടോ. അപ്പോൾ ഈ മുതലക്കുളത്തിൽ സാധാരണ എല്ലാ ടൈമിലും പായലായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എന്ത് മുതലേ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്ന കുറേ കൊക്കുകളാണ് കേട്ടോ. ഈ കൊക്കുകളൊക്കെ നമ്മൾ നാട്ടിൻപുറത്തെ പാടങ്ങളിലൊക്കെ ഒരുപാട് കാണുന്നതാണ് ഈ മോഡൽ കൊക്കുകളെല്ലാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഒന്നുമില്ല. അത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. പിന്നെ വരുന്ന വിശാലമായ കുറേ ഇരിപ്പിടമാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം. ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇവിടെ റെസ്റ്റ് ചെയ്യാം. പിന്നെ ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ ഒരു മുളയുടെ ഒരു ആർച്ച് പോലൊരു സംഭവം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാനുകൾ ആണെന്ന് തോന്നുന്നു.
അടുത്തതായി നമ്മൾ കാണുന്നത് മിഥുനാണ് കേട്ടോ. മിഥുൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പ് വടക്ക് കിഴക്കൻ ഇന്ത്യക്കാർ ഇണക്കി വളർത്തിയിരുന്ന ഒരു കാട്ടുപോത്തിൻ്റെ പേരാണ് മിഥുൻ എന്ന് പറയുന്നത്. ഇവയെ ഗായൽ എന്നും പറയും, മിഥുൻ എന്നും പറയും. ശരീരത്തിലെ പിങ്ക് പാടുകളാണ് കാട്ടുപോത്തിൽ നിന്നും ഇവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. മിഥുൻ സാധാരണ അരുണാചൽ പ്രദേശിൽ കാണാറുണ്ട്, അതുപോലെ തന്നെ നാഗാലാൻഡിൽ കാണാറുണ്ട്, ബംഗ്ലാദേശിലെല്ലാം കാണാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കൊച്ചി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചികളാണ് കേട്ടോ. പഴയ ക്യാബിൻ ബോട്ട്സാണ് ഇത്. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല, ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. പിന്നെ വരുന്നൊരു 3D തിയേറ്ററാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത പ്രദർശനം എന്ന് പറയുന്നത് തുരുമ്പെടുത്ത് പോയി. അപ്പോൾ ഇത് എന്തായാലും വർക്ക് ചെയ്യുന്നില്ല. പഴയ വീഡിയോസിലൊക്കെ ഇത് വർക്കിംഗ് ആയിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് ബോർഡും വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത് കാർണിവറ കോർണറിലേക്കാണ്. സൂ എന്ന് പറയുമ്പോൾ തന്നെ മാംസബുക്കുകളെ കാണാനാണ് കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യമായി ഇവിടെ കിടക്കുന്നത് ഒരു സിംഹമാണ്. ഈ സിംഹം ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴും ഈ ഒരു പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് കിടക്കുവാണ്. ഇതങ്ങനെ എണീക്കുന്ന വല്ലപ്പോഴും കാണാറുള്ളൂ. പിന്നെ നമ്മുടെ അടുത്തത് ബംഗാൾ കടുവയാണ് കാണുന്നത്. ബംഗാൾ കടുവ ഇവൻ കുറച്ച് ശാന്തനാണ് കേട്ടോ. അപ്പോൾ ഇവൻ കുറച്ച് നാളായി ഈ സൂവിൽ വന്നിട്ടെന്നാണ് ഇവിടുത്തെ ഒരു ആൾ പറഞ്ഞത്. ഇതുകൂടാതെ 5 ബംഗാൾ കടുവയോളം ഇവിടെ ഉണ്ട്. പിന്നെ റീസെൻ്റായിട്ട് കൊണ്ടുവന്നൊരു കടുവയുണ്ട്. അത് വയനാട്ടിൽ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ സെയിം കടുവയാണ്. അത് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ കുറച്ച് ദൂരെയാണത്, നമുക്ക് അത്ര അടുത്ത് കാണാൻ പറ്റില്ല. പക്ഷേ ഈ കടുവയുടെ നമുക്ക് കൂടിന് ഏകദേശം അടുത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ പുള്ളി ഉറക്കം എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുള്ളി ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുകയാണ് ഈ കൂടിന് ചുറ്റും. അപ്പോൾ പുള്ളി കുറച്ച് ഇണങ്ങിയതാണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് നാളായ കടുവയാണെന്നാണ് ഇവിടെ നിന്ന് അധികൃതർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഫുഡ് കിട്ടുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഒരു നേരം മാത്രമേ ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയുള്ളൂ. ആ ഒരു നേരം 6.5 കിലോ വെച്ചിട്ടാണ് ഈ സിംഹത്തിനും പുലിക്കും കടുവയ്ക്കും എല്ലാത്തിനും സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ടി ഇപ്പോൾ തന്നെ വരും. അപ്പോൾ അയാളെന്നോട് പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ സമയം ഇപ്പോൾ 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് കറങ്ങി വരാൻ പറഞ്ഞു. ജസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങിയിട്ട് 12 മണിയാകുമ്പോൾ നമ്മളൊന്നുകൂടി വരണം ഇവിടെ. അപ്പോൾ പുള്ളി ഇങ്ങനെ കൂടിന് ചുറ്റും ഭക്ഷണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോഴേക്കും നമ്മുടെ സിംഹം എഴുന്നേറ്റു. പക്ഷെ പുള്ളി പോസ് തരുന്നില്ല, ആ സൈഡിൽ നിന്ന് മാറുന്നേ ഇല്ല, അവിടെ തന്നെ കിടക്കുവാണ് പുള്ളി. പിന്നെ ഒരു പുള്ളിപ്പുലിയാണ് കേട്ടോ, പുള്ളിപ്പുലി നമ്മളീ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൂടിനടുത്തേക്ക് വന്നാണ്. അതും ഇങ്ങനെ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സമയം ഇപ്പോൾ 11:15 അപ്പോൾ 12 മണിയാകുമ്പോൾ അവരുടെ ടൈം ആവുമല്ലോ. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനെ ആ കൂടിന് ചുറ്റും ഇങ്ങനെ ഉലാത്തി നടക്കുകയാണത്. പിന്നെ ഈ കാർണിവറ കോർണറിൽ തന്നെ ഒരു കൂട്ടിൽ 2 കുരങ്ങന്മാരിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ. ഇവർ പേടിച്ചിട്ടാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവരെന്തിനാണ് ഈ ഭാഗത്ത് കൊണ്ട് പാർപ്പിച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ വരുന്നത് നമ്മുടെ ചീങ്കണ്ണിയാണ്. അപ്പോൾ ചീങ്കണ്ണി ഇതുപോലെ അനങ്ങാതെ കിടക്കുവാണ്. അപ്പോൾ പിന്നെ മയിലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പക്ഷികളുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തി. സമയം 12 മണിയായി. അപ്പോൾ ഫുഡ് എത്തി. അപ്പോൾ എല്ലാവർക്കുള്ള ഫുഡുകൾ ഓരോ ബക്കറ്റിലാക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. നമുക്കപ്പോൾ ഫുഡ് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും ഇതിനകത്ത് എല്ലാം ഇടുന്നില്ല. ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സൂവിലെ അവസാന പോസ്റ്റിലെത്തി. അപ്പോൾ ഇവിടെയാണ് ഈ സ്നേക്സിനെ എല്ലാം പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ലൈറ്റിങ് അത്യാവശ്യം നല്ല കുറവാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനെയും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ മൂർഖനുണ്ട്, അതുപോലെ തന്നെ മറ്റേ രാജവെമ്പാലയുണ്ട്, അണലിയുണ്ട്, ചേരയുണ്ട്, പച്ചിലപ്പാമ്പുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ നമുക്ക് ലൈറ്റിങ് അത്യാവശ്യം നല്ല കുറവാണ് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം കിട്ടുന്നറിയില്ല. അതുപോലെ തന്നെ ആമയുണ്ട്. അതുപോലെ ഈ പാമ്പിനെ പാർപ്പിച്ചിരിക്കുന്ന ഗ്ലാസ്സിലൊന്നും തുടരുന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ കാണിച്ചു തരാം. ലൈറ്റ് കുറവാണ്, എന്നിരുന്നാലും പറ്റുന്ന പോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ വരുന്നത് ഒരു ഉടുമ്പാണ് കേട്ടോ. ഉടുമ്പ് സാധാരണ കോമൺ ആയിട്ട് കുറ്റിക്കാടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. വ്യത്യസ്തമായ ഒരു ജീവിയൊന്നുമല്ല, ഇപ്പോൾ കുറ്റിക്കാടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്.
ഈ ഉടുമ്പിനെ പഴയ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഉടുമ്പിനെ ഇങ്ങനെ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് എറിഞ്ഞിട്ട് കയറ് കെട്ടി എറിഞ്ഞിട്ട് ആ കയറ് പിടിച്ച് വലിച്ച ഒരാൾ കയറുന്നതൊക്കെ. പക്ഷേ അത്രത്തോളം അള്ളിപ്പിടിച്ചിരിക്കാൻ ഒരു മനുഷ്യൻ്റെ വെയിറ്റ് താങ്ങാവുന്ന അത്രയും ഒരു ശക്തിയൊന്നും ഉടുമ്പിനില്ല എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത 20 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറണം. മ്യൂസിയത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു വലിയൊരു ആനയുടെ അസ്ഥികൂടമാണ് കേട്ടോ. വലിയൊരു ആനയുടെ അസ്ഥികൂടം. ഈ ആനയുടെ പേരാണ് ചെങ്ങല്ലൂർ രംഗനാഥൻ. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രം വക ആനയായിരുന്നു ഈ രംഗനാഥൻ. ക്ഷേത്രത്തിലേക്ക് അഭിഷേകജലം കൊണ്ടുവരിക എന്നതായിരുന്നു രംഗനാഥൻ്റെ പതിവ് ജോലി. ഈ ആനയുടെ ഉയരം ക്ഷേത്രഗോപുരത്തിൻ്റെ ആ നട കടക്കാൻ കഴിയാതെ വന്നിടത്തോളം കാലം അത്രയും വർദ്ധിച്ചപ്പോൾ ക്ഷേത്രം അധികാരികൾ AD 1905 തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട്ടുള്ള ചെങ്ങല്ലൂർ മനക്കലെ പരമേശ്വരൻ നമ്പൂതിരിക്ക് 5000 രൂപയ്ക്ക് ഈ ആനയെ വിറ്റു. കാലക്രമേണ രംഗനാഥൻ ചെങ്ങല്ലൂർ ആന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഏകദേശം 11.5 അടി ഉയരമുണ്ടായിരുന്ന രംഗനാഥന് അതിൻ്റെ ജീവിതകാലത്ത് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആന എന്ന ബഹുമതി ഉണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും നമ്മുടെ രംഗനാഥനെ എഴുന്നള്ളിക്കാറുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് രംഗനാഥനെ തിരുവമ്പാടി ഭാഗത്താണ് എഴുന്നള്ളിക്കാറുണ്ടായിരുന്നത്. തൻ്റെ ജീവിതത്തിൽ ആരോടും അതിക്രമം കാട്ടിയിട്ടില്ലാത്ത ചെങ്ങന്നൂർ രംഗനാഥൻ എന്ന ആന ആറാട്ടുപുഴ പൂരം എഴുന്നള്ളിപ്പിനിടെ കൂട്ടയാന അകവൂർ ഗോവിന്ദൻ്റെ കുത്തേറ്റ് ചികിത്സയിലായിരിക്കവേ AD 1917 ചെരിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ആനയ്ക്ക് എന്ത് ഭാഗ്യമാണല്ലേ. സാധാരണ ആനകളെ നമ്മൾ അടക്കം ചെയ്യാറുണ്ട്, പക്ഷേ ഇതിൻ്റെ അസ്ഥികൂടം ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ മ്യൂസിയത്തിൽ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ്. പിന്നെ ഈ മ്യൂസിയത്തിലുള്ളത് ഒരു സ്റ്റഫ് ചെയ്ത ഒരു വലിയൊരു കരടിയുടെ രൂപമാണ്. ഇവിടെ കരടിയുണ്ട്, അതുപോലെ തന്നെ ഒരു ബംഗാൾ കടുവയുണ്ട്, അതിൻ്റെ സ്റ്റഫ് ചെയ്ത ഭാഗങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് വിവിധയിനം ഈ ലാറ്ററൈറ്റ് സ്റ്റോണുകൾ, ഒരുപാട് തരത്തിലുള്ള കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊന്നും വിശദീകരിച്ച് പറയുന്നില്ല കേട്ടോ, പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, ശരിക്കും ബോറടിക്കും. അതുകൊണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് കാണുന്നത് തന്നെയായിരിക്കും ബെറ്റർ. അതുപോലെ ഒരുപാട് പഴയ സംഭവങ്ങളുണ്ട്. പിന്നെ പലതരത്തിലുള്ള വഞ്ചികളുണ്ട്. ഞാൻ ഓടിച്ച് പോവാം, മൊത്തം മ്യൂസിയം ഞാൻ കാണിക്കുന്നില്ല, അത് വളരെ ബോറിംഗ് ആയിരിക്കും. നമ്മൾ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ട്രാംവേ റെയിൽ മോഡലാണ് കേട്ടോ. കേരളത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് 50 മൈൽ അകലെയുള്ള പറമ്പിക്കുളത്ത് നിന്ന് തടി കൊണ്ടുവരുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് ഈ ട്രാംവേ എന്ന് പറയുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എഞ്ചിൻ്റെ സഹായം കൂടാതെ ചരക്ക് ഗതാഗതത്തിനോ യാത്രാ സൗകര്യത്തിനോ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണിത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു പഴയ പല്ലക്കാണ് കേട്ടോ. മേനാവെന്ന് പറയും. പഴയ കാലത്ത് രാജ്ഞിമാരെയും രാജാക്കന്മാരെയൊക്കെ കൊണ്ടുവരുന്ന പല്ലക്കാണ്. അതുപോലെ തന്നെ ധാരാളം പഴയ കാലഘട്ടത്തിലെ ആയുധങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് പഴയ കാലഘട്ടത്തിലെ ആളുകളുടെ ജാതിയെ അടിസ്ഥാനമാക്കി ഉള്ള അവരുടെ വസ്ത്രവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്പൂതിരിമാരുടെ കാലഘട്ടത്തിലെ വസ്ത്രങ്ങളുണ്ട്, അതുപോലെ നായന്മാരുടെ വസ്ത്രങ്ങളുണ്ട്, ഹീരോന്മാരുടെ വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ പല പല ജാതിയിലുള്ള ആൾക്കാരുടെ വസ്ത്രവിധാനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഭീമൻ്റെ ഒരു വലിയൊരു രൂപം നമുക്കിവിടെ കാണാൻ കഴിയും. വലിയൊരു രൂപമാണത്. പിന്നെ കാണുന്നത് കുതിരയുടെ അസ്ഥികൂടമാണ്. പിന്നെ ഒരു രാജവെമ്പാല ഇങ്ങനെ ആസിഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മ്യൂസിയത്തിൻ്റെയും സൂമിൻ്റെയും അതേ കോമ്പൗണ്ടിൽ തന്നെ മ്യൂസിയം വക ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടൊരു റേറ്റാണ് ഇവിടെ. ഐസ്ക്രീമൊക്കെ വളരെ നോർമൽ റേറ്റാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ചോറാണ് കഴിച്ചത്. അപ്പോൾ ചോറ്, ചപ്പാത്തി, മസാല ദോശ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാത്തിനും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നത് തന്നെ ആയിരിക്കും. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂയും കൂടി പറയാം. ഇതാണ് മ്യൂസിയത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കാണുന്ന ക്യാൻറ്റീൻ. അത് കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സൂക്ഷിക്കാവുന്നതാണ്, ബാഗ് ഉണ്ടെങ്കിൽ. ഈ നേരെ കാണുന്നതാണ് മ്യൂസിയം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും അതുപോലെ തന്നെ സൂവും. ഇതാണ് മെയിൻ എൻട്രൻസ് ഗേറ്റ്.
പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇങ്ങോട്ടുള്ള പ്രവേശനം രാവിലെ 10 മണിക്കാണ് തുടങ്ങുന്നത്. മൺഡേ ദിവസങ്ങളിൽ തിങ്കളാഴ്ച ഇത് അവധിയായിരിക്കും. അതുപോലെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ഓപ്പൺ ആവുന്നത്. സൺഡേ സാറ്റർഡേയും അത്യാവശ്യം നല്ല റഷ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ഓർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ചെമ്പൂക്കാവിൽ നിന്ന് മണ്ണൂത്തി വഴി പാലിയേക്കര ടോൾ പ്ലാസ വഴി ടോൾ എടുത്ത് വേണമെങ്കിൽ എറണാകുളത്തിന് പോകാം. അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട വഴി തൃശ്ശൂർ എന്നിട്ട് ഇരിങ്ങാലക്കുട വഴിയും നമുക്ക് എറണാകുളത്തിന് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്ക് കാണാം. അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ്, അരുൺ.